ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിതീവ്രമായി തുടരുന്നതിനിടെ ഇറാനിൽ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് അനുഭവപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ വടക്കൻ ഇറാനിലെ സെംനാൻ മേഖലയിലാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. സെംനാനിൽ നിന്ന് 27 കിലോമീറ്റർ അകലെ തെക്ക് പടിഞ്ഞാറായി 10 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവകേന്ദ്രം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ സംഭവിച്ച ഭൂകമ്പം നിരവധി അഭ്യൂഹങ്ങളും ഉയർത്തുന്നുണ്ട്. ഇറാൻ ആണവ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടെന്ന അഭ്യൂഹമാണ് പ്രധാനമായും പരക്കുന്നത്. ഇതിൻ്റെ ഫലമായാണ് ഭൂകമ്പം സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ബഹിരാകാശ മിസൈൽ സമുച്ചയമുള്ള ഒരു നഗരത്തിനടുത്താണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. ഇതാണ് ആശങ്കയ്ക്ക് കാരണം. ഇറാന്റെ സൈന്യം നടത്തുന്ന സെംനാൻ ബഹിരാകാശ കേന്ദ്രവും സെംനാൻ മിസൈൽ സമുച്ചയവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ US ജിയോളജിക്കൽ സർവേ ഭൂകമ്പത്തിന് പിന്നിൽ ആണവ പരീക്ഷണങ്ങളാണെന്ന അഭ്യൂഹം തള്ളിയിട്ടുണ്ട്. ആളപായമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നും ഇറാന്റെ വാർത്താ ഏജൻസിയായ IRNA അറിയിച്ചു. അറേബ്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ സംഗമിക്കുന്ന ആൽപൈൻ ഹിമാലയൻ ഭൂകമ്പ മേഖലയിലുള്ള ഇറാൻ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ്. ഇറാനിൽ സാധാരണയായി ഒരു വർഷം 2100 ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ 15 മുതൽ 16 വരെ 5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ളതാണ്. 2006-നും 2015-നും ഇടയിൽ രാജ്യത്ത് 96,000 ഭൂകമ്പങ്ങളാണ് സംഭവിച്ചത്. ആണവ ഭീഷണിയാണ് ഇറാനെതിരെ ഇസ്രായേലും US-ഉം തിരിയാനുള്ള പ്രധാന കാരണമായി ആ രാജ്യങ്ങൾ പറയുന്നത്. ഏറ്റവും പ്രധാനമായി ഇറാന്റെ ഫോർദോ ആണവ നിലയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തെഹ്റാനിൽ നിന്ന് 95 കിലോമീറ്റർ അകലെ കോം എന്ന പ്രദേശത്തെ പർവ്വതനിരയിലാണ് ഈ ആണവ നിലയം. ഈ ഭൂഗർഭ അറയിൽ നടക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേലിനോ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ കൃത്യമായി അറിയില്ല. ഏത് ആക്രമണത്തെയും ചെറുക്കാനാവുന്ന വിധമാണ് ഫോർദോയുടെ നിർമ്മിതി. 3 മലമടക്കുകൾക്കിടയിലായി 3 തുരങ്ക കവാടങ്ങളാണുള്ളത്. അതിൽ തന്നെ പ്രധാന കവാടമേത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇസ്രായേലിനോ US-നോ ഇല്ല. പ്രധാന കെട്ടിടം ഏതെന്നും അറിയില്ല. സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ ഏതാനും വിവരങ്ങൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് ലഭ്യമായിട്ടുള്ളത്. ഭൗമോപരിതലത്തിൽ നിന്ന് 300 അടി താഴ്ചയിലാണ് ഫോർദോയിലെ പരീക്ഷണശാല. ഇവിടെയാണ് ഇറാൻ വൻതോതിൽ യുറേനിയം സംഭരിച്ച് സമ്പുഷ്ടീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ പ്രധാനമായി ആരോപിക്കുന്നത്. 2000-ന്റെ തുടക്കത്തിലാണ് നിർമ്മാണം തുടങ്ങിയത്. 2010-ന് മുൻപ് ആണവ കേന്ദ്രം പൂർത്തിയാക്കിയെന്നാണ് വിവരം. 3000 സെൻട്രിഫ്യൂജ് വരെ ഉൾക്കൊള്ളാൻ ഫോർദോയ്ക്ക് ശേഷിയുണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോട് ഇറാൻ തന്നെ സമ്മതിച്ചത്. ഈ ഭൂഗർഭ അറയെ തകർക്കാനുള്ള ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലില്ല. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് മാത്രമേ ഫോർദോയെ തകർക്കാനാവൂ. അതിനാൽ ഇസ്രായേലിന് എന്നും ആശങ്ക നൽകുന്നതാണ് ഈ ആണവ നിലയം.